എനിക്ക് ഒരു മിനിറ്റ് അല്ലല്ല ചുമ്മാ ഞാൻ അടിച്ചതായി. മല ക്യാമ്പിയട്ടെ കളിച്ചില്ല ഫാൻസിന് വിഷമാവൂലടാ. ചുമ്മാ ഗൺ സേവ് ചെയ്യാൻ കാണിക്കുന്ന പരിപാടി അതൊക്കെ. അച്ചോടാ എന്തൊരു ഗതികേടം നോക്കണം നിന്റെയൊക്കെ. ഒരു മിനിറ്റ് കൂടെ അല്ലല്ല നമ്മുടെ ആൾക്കാർ അടിക്കാതിരിക്കാനാണ് അവർക്ക് ടൈം ഓർമ്മിപ്പിക്കുന്നത്. മനസ്സിലായോ? വേണം നമുക്ക് ഇവിടെ കുത്താം. വാ ഇവിടെ കുത്താം. ഇവിടെ ചുമ്മാ കുത്തി വെക്കാം. അവര് വരുന്നേ വരട്ടെ. വൈഫോട്ട് വരുന്നേ വരട്ടെ. ഇവിടെ കുത്തി വെക്കാം. വാ മാർക്ക് കഴിഞ്ഞോട്ട് നമ്മള് കുത്തിച്ചടിച്ച മല. ഇല്ല ഇവിടെ ഒന്നും നടക്കത്തില്ലടാ. ഇവിടെ ഒന്നും ചെയ്യുന്നില്ല. അങ്ങനെ ഇനി അത് പറയും നമ്മുടെ ഒരു വണ്ടി 2 വണ്ടി പിക്കാണ്ട് ഇവിടെ അടിച്ചു വിട്ടോ. കാര്യം പറയട്ടെ. അവന്റെ ബുദ്ധി എന്ന് പറഞ്ഞാൽ ഇതുപോലെ അതൊരു സന്തോഷം. അങ്ങനെ 2 മണി അനൗൺസ്മെന്റ് എപ്പോഴും വരും. ഇനി അടിക്കല്ലേ. അയ്യോ എന്ത് ആഗ്രഹിച്ചു. 2 മണിയായപ്പോ എല്ലാ വണ്ടി പോവും. അയ്യോ ഗണ്ണ് സേവ് ചെയ്യാൻ വേണ്ടിട്ട് അവന്മാര് കളിച്ച സത്യമാ. സത്യം ഇവനൊക്കെ വേണ്ടിയാ കുറയ്ക്കാൻ നടക്കുന്നേന്ന്. മനസ്സിലായല്ലോ. ഇവനൊക്കെ വേണ്ടി കുറയ്ക്കാൻ നടക്കുന്നത് നീയൊക്കെയാണ് ഏറ്റവും വലിയ ഷണ്ണായി. എടാ ഞാൻ പറയാറുണ്ടല്ലോ, എടാ ഇത്ര അതപ്പത്തിച്ചൊരു ഗ്യാങ് വേറെ എക്സലന്റ് സിറ്റിയിൽ ഉണ്ടാവൂല. സത്യം പറയാം. എന്ന് വെച്ചാൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ ഇതല്ല നമ്മള്. എടാ കുറച്ച് ഇവിടുത്തെ പാവം പിടിച്ചവന്മാരുണ്ടല്ലോ, അവന്മാരുടെ അടുത്ത് കിടക്കുന്ന ഗുണ്ടായുസം കാണണം ഇവരൊക്കെ. എന്റെ അമ്മോ, അവന്മാരടിച്ച് ഒരു 2 ആഴ്ച രാജാവിനെ പോലെ നിന്ന് കിടിലോണെന്ന് പറഞ്ഞു. ഈ പറയ വെളിയിലോട്ടുള്ള വഴി ഏതാണ്? പറഞ്ഞല്ലേ ഗോൾഡൻ കോൾസ് ആണ്. ഗോൾഡൻ കോൾസ് ആണ്. ഇല്ലല്ലേ ഇപ്പുറത്തെ സൈഡിലോട്ട് ബ്രോ. അപ്പൊ ഒരു കാര്യം ചെയ്യും, എന്തായാലും MRT കിഡ്സ് പോയിട്ട് കൺസൈൻമെന്റ് ഒക്കെ അടിച്ച് പീഡി ഒക്കെ അടിച്ച് പഠിച്ചിട്ട് പയ്യവാ. അപ്പൊ നമുക്ക് ടി വി ആയിട്ട് സിറ്റുവേഷൻ ഒക്കെ എടുക്കാം. കേട്ടാ കണ്ടികളെ
നമ്മുടെ കൂട്ടത്തില് ഉള്ള ഏതെങ്കിലും നമുക്ക് എല്ലാ മെമ്പേഴ്സ് ഈക്വൽ ആണ്. ബട്ട് സ്റ്റിൽ നമ്മുടെ ഹൈറാർക്കിയിലുള്ള ഏതെങ്കിലും ഒരുത്തിന്റെ അടുത്ത് കൊണച്ചാൽ നിനക്കൊക്കെ ഉള്ള അടി എന്ന് പറയുന്നത് ഇതാണ്. മനസ്സിലായല്ലോ? നിനക്കൊക്കെ 25 ഗണ്ണ് സേവ് ചെയ്യാൻ കാണിച്ച വെല്ലിത്തരവേ. ചെടിച്ചട്ടിയൊക്കെ എവിടുന്ന് ഇത്രേ ഉള്ളു കണ്ടികളാ നീയൊക്കെ, ഇത്രേ ഉള്ളു. മനസ്സിലായോ? എന്നുള്ളത് ആക്ഷൻ അല്ലെങ്കിൽ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യണോ വേണ്ടോ അല്ലെങ്കിൽ എന്താണെന്നുള്ളത്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഒരു ചോദ്യം ചോദിച്ചോട്ടെ. പ്രീവാർ എൻഡായി കഴിഞ്ഞു കഴിഞ്ഞാൽ എത്ര മിനിറ്റിനുള്ളിലാണ് മീറ്റിംഗ് ഡിക്ലെയർ ചെയ്യേണ്ടത്? ഹലോ കേക്കാം. അതല്ല എന്റെ ചോദ്യം. അതായത് പ്രീവാർ ഒരു മിനിറ്റ് ഒറ്റ സെക്കൻഡ് പുള്ളി ഡിലേയിലാണ് കേട്ടോ, ഇപ്പോഴും വന്നിട്ടില്ല. വന്നോ? നീലിന് പറഞ്ഞാനെ കേക്കാവോ? അതായത് പ്രീവാർ എൻഡായി കഴിഞ്ഞു കഴിഞ്ഞാൽ എത്ര മിനിറ്റിനുള്ളിലാണ് മീറ്റിംഗ് വിളിക്കേണ്ടത്? 15 മിനിറ്റിനുള്ളിൽ. 15 മിനിറ്റിനുള്ളിൽ അല്ലേ? നമ്മളിപ്പോ 25 മിനിറ്റ് ആയിട്ട് ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുക. അല്ല ബ്രോ, അത് സംബന്ധിച്ച് പ്രീവാർ എൻഡ് ആയിട്ടില്ലല്ലോ. പ്രീവാർ നിങ്ങള് സേഫ് സോൺ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോപ്പ് ചെയ്യുമ്പോ അതിന്റെ അർത്ഥം എന്താണ്? ഞാൻ വായിച്ചപ്പോ ഞാൻ മനസ്സിലാക്കിയത് എല്ലാ ഓൺ ഗോയിങ് സിറ്റുവേഷൻസും സേഫ് സോൺ സമയത്തിൽ സർവർ സൈഡ് എൻഡ് ചെയ്ത് വിടും അല്ലേ? പക്ഷേ ഇതിനകത്ത് നമുക്ക് അതാണ് ഇതൊരു ഫസ്റ്റ് ടൈം ഈ സിറ്റുവേഷൻ വരുന്നതുകൊണ്ട് പ്രീവാർ ആദ്യമായിട്ടാണോ എൻഡ് ചെയ്യുന്നത്? അല്ല, ഞങ്ങളുടെ സിറ്റുവേഷൻ ഇതിനു മുമ്പ് എൻഡ് ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ സിറ്റുവേഷൻ ഞാനിപ്പോ 2 സൈഡും ഡൗൺ ആവാത്ത സിറ്റുവേഷൻ ആദ്യമായിട്ടാണ് വരുന്നത് എന്നാണ് പറഞ്ഞത്. അത് കുഴപ്പമില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇനിഷ്യലി തോറ്റവരല്ലേ വിളിക്കേണ്ടത് മീറ്റിംഗ്? ഞങ്ങൾ ആവശ്യമല്ലല്ലോ വാർ കളിക്കേണ്ടത്. അതാണ് ആ ഒരു കാര്യത്തിൽ എനിക്ക് ഒരു ക്ലാരിഫിക്കേഷൻ വേണം. അതിന് എന്റെ മേളിലോട്ടുള്ള ആൾക്കാരോട് സംസാരിച്ചാൽ. അല്ല, നമ്മൾ എന്തായാലും കാത്തു നിന്നു. നമ്മൾ 25 മിനിറ്റ് കാത്തു നിന്നു. ഇനി നമുക്ക് കാത്തു നിൽക്കാൻ വയ്യ. നമുക്ക് എല്ലാവർക്കും അതുകൊണ്ട് ഈ സിറ്റുവേഷൻ നമ്മൾ ഇവിടെ എൻഡ് ചെയ്യണം. അവർക്ക് സിറ്റുവേഷൻ വേണമെങ്കിൽ 3 ദിവസം കൂൾ ഡൗൺ കഴിഞ്ഞിട്ട് ഒന്നുകൂടെ ഒന്ന് എടുത്തോളാൻ പറഞ്ഞു. നമ്മൾ ഇവിടെ തന്നെ ഉണ്ട്. ഞാൻ ഒരു കാര്യം പറഞ്ഞോണ്ടേ. ഓൾറെഡി ഈ സിറ്റുവേഷന് മുമ്പ് ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. ആ സിറ്റുവേഷന് വേണ്ടി അവരുടെ ഗോ ലീഡർ നമ്മളോട് വന്ന് ടൈം പറഞ്ഞ് നമ്മൾ ഇന്ന് റിവാർ തീർക്കാൻ വേണ്ടിയിട്ട് വൈകുന്നേരം തൊട്ട് ഇവിടെ ഇരിക്കുക. എന്നിട്ട് ലാസ്റ്റ് മിനിറ്റ് വന്നിട്ട് ഇത് കളിക്കുന്നില്ലെന്ന് പറഞ്ഞ് എൻ്റെ ആയിട്ട് അത് കഴിഞ്ഞിട്ട് എടുത്ത പുതിയ സിറ്റുവേഷൻ ആണ് ഇത്. അതിലും ഇവരുടെ സൈഡിൽ നിന്ന് ഇങ്ങനെ ഡിലേ വന്ന് ഇവരുടെ സൗകര്യത്തിന് നമുക്ക് കളിച്ചുകൊണ്ടിരിക്കാൻ താല്പര്യമില്ല. നമുക്ക് ഡെയിലി വാർ മാത്രം കളിക്കുന്ന ഗ്യാങ് അല്ല ഞങ്ങൾക്ക് വേറെ കുറെ പരിപാടികളുണ്ട്. ഞങ്ങൾക്ക് വേറെ കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഇവിടെ. ഓക്കെ ബ്രോ, നിങ്ങളെ കൺസേൺ എനിക്ക് മനസ്സിലായി. ഇത് ഞാൻ മാനേജ്മെന്റിനോട് അറിയിപ്പിച്ചിട്ട് നിങ്ങൾക്ക് എന്നുള്ള ഡിസിഷൻ നിങ്ങളുടെ ചാറ്റിനകത്ത് ഇട്ടേക്കാം. ഓക്കെ അതൊക്കെ ബ്രോ. പ്രീവാർ എപ്പോയോ? ഇത് നോട്ട് ചെയ്യുന്ന ആക്സിലറേറ്ററിനെ നോട്ട് ചെയ്ത പുള്ളി പറഞ്ഞ ചാമ്പ് വന്നു ഇത്ര തെണ്ടിത്തരം കാണിച്ചിട്ട് നീയൊക്കെ ഇവിടെ കളിക്കുന്നില്ലടാ. നീ സത്യം പറഞ്ഞ ലൈക്ക് അവര് തുടങ്ങുന്നതേ ഉള്ളൂ. അവരെന്തോ വലിയ സംഭവമാണെന്ന് പറഞ്ഞ് നമ്മളെ ഇതാക്കാൻ വരുന്ന. ബാറ്റ് ഒന്ന് എടുത്ത് മാറ്റിക്കണം. അതെ, ഈ പുള്ളി എന്തേ നിങ്ങളുടെ കോ ലീഡർ? അതെ, നമ്മൾ ഓൾറെഡി നിങ്ങളുടെ കൺസേൺ അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അവർക്ക് സിറ്റുവേഷൻ കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞു. നല്ല കാര്യം, വളരെ നല്ല കാര്യം. ഞങ്ങൾ ബാക്ക് ടു നോർമൽ ആക്കോ. ഇൻവിസിബിളാ അമ്മച്ചി. അയ്യോ അപ്പാ, അവര് സക്സസ്ഫുള്ളി ഇപ്പൊ അവരെന്തൊക്കെ സേവ് ചെയ്തെന്ന് അറിയോ അപ്പാ? 25 ഗണ്ണ്, വാർ തോറ്റുള്ള മാനക്കേട്, തോൽവി, ഷൗടെക്സിന്റെ പുതിയൊരു വീഡിയോ, പിന്നെ എന്തൊക്കെയായിരുന്നു മിസ്സായല്ലോ. ഇത്തിരി കാര്യങ്ങൾ മിസ്സായി. അയ്യോ അപ്പാപ്പ ഇതിന് അപ്പാപ്പന് വേണ്ടി സിനിമാറ്റിക്സ് ഇറക്കണോ? ഒന്നും വേണ്ട. റീവാർ മാത്രം അപ്പാപ്പന്റെ ചാനലിൽ ഇടാൻ പറ്റിയ ഒരു സാധനമുണ്ട്, ഇനിഷ്യല് മാത്രം. അയ്യോ അതൊരു അപ്പാപ്പ സമയം കിട്ടുമ്പോ അപ്പാപ്പൻ എന്റെ തത്സമയം ഒന്ന് കാണണം. ഇന്നത്തെ നമ്മുടെ ഇനിഷ്യലിന്റെ POV
ആണോ? എന്റെ പൊന്നോ, നമ്മളെല്ലാം കൂടെ മറ്റേ കാടിളകി വരുന്നത് പോലെ പോണ ഒരു ഇതുണ്ട്. ലാസ്റ്റുള്ളടത്തല്ലേ? അയ്യോ അല്ലല്ല, ഫസ്റ്റ് ഫൈറ്റ് നമ്മളെ കമ്മിറ്റ് ചെയ്യുന്നേ. ഞങ്ങളുടെ വണ്ടിയാണ് ആദ്യം ഇറങ്ങി അടിക്കണത്, മനസ്സിലായ? ഞങ്ങളുടെ വണ്ടിയാണ് ആദ്യം ഇറങ്ങി, അവരുടെ MRCയുടെ വണ്ടി ഇറങ്ങുമ്പോൾ ഞങ്ങളുടെ വണ്ടി ആദ്യം, അല്ലല്ല, റോഡിൽ ഏതോ ഒരു നമ്മുടെ ഒരു വണ്ടി രണ്ടുപേർ ഇറങ്ങി അടിക്കും. അപ്പൊ MRCയുടെ വണ്ടി കൊണ്ട് കുത്തുമ്പോൾ നമ്മൾ ഇറങ്ങും അവിടെ. അതൊന്ന് കാണണം. ഞാൻ നോക്കുമ്പോഴത്തേക്ക് അവരുടെ ഒരു വണ്ടി പിറ്റ് ചെയ്തോണ്ടിരിക്കുവായിരുന്നു. എന്നിട്ട് മറ്റേ ബിൽഡിങ്ങിന്റെ ഇടയ്ക്കോട്ട് കയറി ഓർക്കുന്നുണ്ട് അവന്മാര്. അവിടെയാണ് വാസവനൊക്കെ ഇറങ്ങി. ഇപ്പൊ പോയി വാസവന്. മനസ്സിലായി. അവിടുന്ന് വിഷയം കളിയല്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു ഒരു ദിവസം 2 സിറ്റുവേഷൻ സറണ്ടർ ചെയ്ത വേറെ ആരും നമ്മുടെ RP ചരിത്രത്തിലില്ല. RP ചരിത്രത്തിലെ ഇതിലുകളിൽ ചേർക്കേണ്ട ഒരു മഹാവിസ്മയം. നാളെ പറഞ്ഞു തരുന്നത്. പിന്നെ ഈഗിൾ ഗെയിമിംഗ് ബ്രോ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഒരു മനുഷ്യന് ബ്രെയിനിൽ 2 സൈഡാ ഉള്ളത്. ലോജിക്കലി ക്രിയേറ്റീവ് സൈഡിനൊക്കെ 2 സൈഡ് പറഞ്ഞായിരിക്കും. ഇനി എടാ ഞാൻ ഒന്ന് വെളിയിലുണ്ടാവും. ഞാൻ 1 മിനിറ്റ്. ഞാൻ പറഞ്ഞുതരാം. അപ്പൊ നിങ്ങൾ ഇവിടെ കണ്ടല്ലോ. അപ്പൊ ഇവര് റാൻഡായിട്ട് എവിടുന്നോ വരുവാണ്. ഈ POV നിങ്ങൾക്ക് കാണണമെങ്കിൽ വില്യമോന്റെ POV ജസ്റ്റ് ഒന്ന് പോയി നോക്കുക. ഈ സെയിം ടൈമിൽ നമ്മൾ സന്തോഷത്തോടെ ഞാന് ഗോഗു കില്ലുവ ഞങ്ങളെല്ലാവരും കൂടെ ഞാൻ DC ഒരു പിള്ളേരെ വിളിച്ചിരുത്തി അവരാധിച്ച് പറയത്തില്ല. എനിക്ക് പറയാനുള്ള കാര്യം ഞാൻ ഒറ്റയ്ക്ക് പറഞ്ഞോളാം, മനസ്സിലായി? ഞാൻ വിളിച്ചിരുന്ന അവരാധിക്കുന്നില്ല. ഇപ്പം എനിക്ക് ആരാധിക്കേണ്ട സാഹചര്യങ്ങൾ ഞാൻ പൊക്കോളാം. ഇപ്പൊ ഈ സിറ്റുവേഷൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഞാൻ ഒറ്റയ്ക്ക് മതി, മനസ്സിലായ? ഓരോരുത്തർ അല്ലെങ്കിൽ ഇനി ഓരോരുത്തർ അവന്മാർ വന്ന് അവിടെ ട്രിഗറായി ഡിസ്കോഡിൽ ഇരുന്ന് പറയണത് വേറെ, സിറ്റിക്കകത്ത് പറയണത് വേറെ. ഓക്കെ. അപ്പൊ ഇത് നീലിന്റെ വില്ലുമോന്റെ POV ഇതുണ്ട്. അവർ RP ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് MRCയുടെ ഒരു മെമ്പേഴ്സ് പോലും അടുത്തില്ല. ഇവർക്ക് ട്രിഗർ ആവുന്ന രീതിയിലത്തെ ഒരു സിറ്റുവേഷനും ഉള്ള രീതിയിലത്തെ ആൾക്കാർ അവിടെ ഇല്ല, മനസ്സിലായ? ഇവിടെ ഇത്രയും പേര് അവരിരുന്ന് അവരുടെ RP ചെയ്യുക. അപ്പൊ എവിടെ നീ ഞാനുണ്ടല്ലേ? ഹലോ ഇത് ഏതാ? ആരാ കസ്റ്റമണ്ടിയാ? സുൽത്താൻ എന്നാണോ പേര്? സുഹൃത്തെ പൈസ എല്ലാം വേണമെന്ന് പറയുന്നത് സിറ്റിയിലെ ഏതോ റാൻഡം മറ്റേ ഇതാണ് ഇവരുടെ കൂടെ ഇവിടെ കളിച്ചുകൊണ്ടിരുന്ന റാൻഡം ഒരാളാണ് പൈസ നീല പോയി. MRCയുടെ വണ്ടിയാണെന്ന് പറഞ്ഞപ്പോ അവൻ പോയി, മനസ്സിലായോ? അപ്പോ പൈസ കിട്ടുമെന്ന് പറഞ്ഞപ്പോ പുള്ളി വണ്ടിയിൽ ചാടി ഇറങ്ങി പോയി. ഇയാളെ കൂടെ പർച്ചേസ് ചെയ്യാം. കയ്യില് പൈസ ഇല്ലല്ലോ, ഇനി ബാങ്കിൽ ഞാൻ പർച്ചേസ് ചെയ്യാം. കുടുക്കയാണ് വന്നിട്ട് ഇയാൾ കൂടെ പൈസ കൊടുക്കുമെന്ന് പറഞ്ഞത്. അത് ഏതോ സിറ്റിസൺ ആ കേസ്. ഇവിടെ രണ്ടുപേരും സമാധാനത്തോടെ സംസാരിക്കുന്നു, മനസ്സിലായോ? 10 ലക്ഷം. ഓ നമ്മുടെ ടീംസിൽ ഇപ്പൊ 2, 3, 5, 6ാമത്തെ ആൾ. 6 പേരായ അവർ ഓരോരുത്തർ സിറ്റിസൺസിനെ ഇങ്ങനെ ചെയ്തോണ്ടിരിക്കുന്നതായിരുന്നു, മനസ്സിലായോ? കൺഗ്രാജുലേഷൻ. പുള്ളി അത് തിരിച്ചുണ്ടോ കൊടുക്കാനുള്ള പരിപാടി നോക്കിയിട്ട് 0 കൂടി പോയി. പിന്നെ എല്ലാ 0 കളഞ്ഞ് 1 എന്നിട്ട് വീണ്ടും ഗീവ് കൊടുത്തു. 1 രൂപ കൊടുത്തപ്പോ അടുത്തൊന്നും ആരും ഇല്ല, 6 കൈ പോയതുമില്ല. പിന്നെ കുഴിയിലേക്ക് എടുക്കാറായി ഞാനാണ് നിന്റെ പേരെന്താടാ? നിന്റെ പേരെന്താ? പാരാഗ്ലൈഡിങ്ങിന് ആര്? എന്റെ പേരോ? എന്റെ പേര് രതീഷ്. കൊടുക്ക രതീഷ്. ഇവന്റെ പേര് ബാലനല്ലേന്നോ? ബാലനൊന്നും അല്ലത്. അത് ബാലനാണെന്നാണ് അവർ ഇന്നലെ പറഞ്ഞത്. ഇത് ബാലനൊന്നും അല്ലത്. ഇത് ബാലനൊന്നും അല്ല കേസ്. ഇത് ബാലനൊന്നും സിറ്റി പോലും വന്നിട്ടില്ല. നിങ്ങൾ അഡ്മിൻസിന്റെ അടുത്ത് ഇന്നലെ ലോകം എടുത്ത് നോക്കാൻ പറ. ബാലനൊന്നും അല്ലത്. ഇതാണ് നിങ്ങളുടെ ഇത് മുതൽ ഗോഡ് ഫാദർ. അത് ഞാൻ തീരുമാനിക്കട്ടെ, നിങ്ങൾ തീരുമാനിച്ചാൽ എനിക്ക് താല്പര്യം പറഞ്ഞു കൊടുക്കും. പൈസ തരാം ബ്രോ. താല്പര്യമില്ല. നമ്മുടെ പുതിയ ഇവന്റ് വരുന്നുണ്ട്. പിന്നെ അത് ഞാൻ വിളിച്ചാൽ മതി. എനിക്ക് പൈസ ഉണ്ടോ ആവശ്യത്തിന് അധികം കോടികള് ഓപ്പില്ല. ഇവിടെ ഒഫൻസീവ് ആയിട്ട് എന്ത് പറഞ്ഞു? റേഡിയോ കണക്ട് ചെയ്യാൻ വേണ്ടിട്ട് ഇവിടെ ഒഫൻസീവ് ആയിട്ട് എന്തെങ്കിലും പറഞ്ഞു കേസ്? ഇവിടെ അല്ല, ഇവിടെ എന്തെങ്കിലും ഒഫൻസീവ് ആയിട്ട് പറഞ്ഞു? ജസ്റ്റ് ഒന്ന് ഞാൻ എന്റെ ചോദ്യം അതാണ്.
ബാടാ അയ്യപ്പെട്ട ബാ അയ്യപ്പെട്ട മൂഞ്ചി മൂഞ്ചി ബാ ആ പൈസ ഒരു തലച്ചോറ് വാങ്ങിച്ചേക്കും. അല്ല മൂഞ്ചി 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 സാരല്ല ഓറപ്പോയി ബാ അയ്യപ്പെട്ട ബാ എവിടെ തലച്ചോറുള്ളത് വേറൊരുത്തരും കൂടി പോകുന്നുണ്ടല്ലോ ഇപ്പൊ. ഇപ്പൊ 2 തലച്ചോറില്ലാത്തവരായി. നിനക്കെന്താ ഉള്ളേ തലച്ചോറുണ്ടോ നീ കാണിച്ചു തരണോ? നിന്റെ കുണ്ടിനകത്താണോ ഇരിക്കുന്നത് കാണിച്ചു തരാൻ ഓ നിങ്ങൾക്ക് അവിടെ എനിക്ക് അതെ നിങ്ങൾക്ക് അവിടെ ആണോ ഇനിയാണ് കൊണ, മനസ്സിലായ? ഇനിയാണ് കൊണ. നിനക്ക് ചിലപ്പോ എന്റെ ആ നിന്റെയൊക്കെ എവിടെ ഇരിക്കുന്നത് നല്ല ബോധ്യം ഓനെ എവിടെയാണ് ബ്രോ? ഓനെ എവിടെയാണ്? പർച്ചേസ് ട്രിഗറിങ് ആണെന്നുള്ള ബ്രോ. ഇവര് വരുന്നതിന് മുമ്പ് പുള്ളി ഇവിടെ എങ്ങനെ ഇവിടെ വന്നത് നോക്ക്. പുള്ളി വരുന്നതിന് മുമ്പ് ഇല്ലടാ, ഞാനിത് പറഞ്ഞാൽ ചിലപ്പോ ഇവര് കൺവേർട്ട് ചെയ്യുമെന്ന് പറയടാ. എടാ വയ്യടാ, എനിക്ക് അത് കേൾക്കാൻ വയ്യടാ, എനിക്കത് താല്പര്യം ഇല്ലടാ ബ്രോ. നമ്മൾ പറയാം, ഒന്നുകൂടെ പറയാം. ഇതാണ് സിറ്റുവേഷൻ. ഇത് ഇവിടുന്ന് സംസാരിച്ച് വഷളാവും, ഇവിടുന്ന് നിങ്ങളുടെ ആൾക്കാർ വരും, അങ്ങോട്ടും ഇങ്ങോട്ടും മുട്ടം കൊണയാവും, ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും അടിയാവും, വരെ വന്ന് അടിച്ചുറക്കും. ഇതാണ് സിറ്റുവേഷൻ. ഓക്കെ, ഇനി ഞാനൊരു കാര്യം പറയാം. ഇനി ഇത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ കൺവേർഷനും അതെന്നൊക്കെ പറഞ്ഞു കളയാം. അതുകൊണ്ട് അത് വേണ്ട, അതെനിക്ക് കേൾക്കാൻ താല്പര്യമില്ല. ബാക്കി നിങ്ങൾ തീരുമാനിച്ചോ. ഈ സിറ്റുവേഷൻ കണ്ടിട്ട് ഇത് MRC അടിക്കണം എന്ന് പറഞ്ഞു പോയെടുത്ത സിറ്റുവേഷൻ. എടാ നമ്മൾ ടർഫൊക്കെ ജയിച്ച് സന്തോഷത്തോടെ ഇരിക്കുന്ന സമയമാടാ. നമുക്ക് ആ സമയത്ത് എന്തിനാണ് നിങ്ങളുമായിട്ട് സിറ്റുവേഷൻ വന്ന് അത് ട്രിഗറായി. ഓക്കെ, ഇറ്റ്സ് ഓക്കെ, സമ്മതിച്ചു, ഞാൻ സമ്മതിക്കുന്നു സിറ്റുവേഷനായി. അവിടെ ഇനി ഇൻ കേസ് കോണയായിട്ട് നിങ്ങൾക്ക് പർച്ചേസ് എന്ന് പറഞ്ഞത് ട്രിഗർ ആയി എന്ന് വെച്ചോ, ഓക്കെ, അതൊരു സിറ്റുവേഷൻ ആണ്. പക്ഷെ അത് ഇന്റൻഷനലി വന്ന് എടുത്തതൊന്നും അല്ല. അവര് റാൻഡോ ആർപ്പിക്ക് അതോട് ചെയ്തുകൊണ്ടിരുന്നത് പുള്ളി അതിനകത്ത് പോയി കയറി കൊടുത്തതാ. അത് പുള്ളി അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ അത് എനിക്ക് അറിഞ്ഞൂടാ. പുള്ളി അതിനകത്തോട്ട് പോയി കയറിയതാണ്. ബ്രാവോടെ POV ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കണേ. ബ്രാവോടെ POV കിക്കിലാണോ ബ്രാവോ? അങ്ങനാണോ? അതെ അപ്പാ തമാശക്ക് വിളിച്ചേട്ടാ, സീരിയസ് ആയിട്ട് എടുക്കല്ലേ. കറണ്ട് വരുമ്പോ പറയടാ. കറണ്ട് അങ്ങോട്ട് കുനിഞ്ഞിരട്ടാ. ശരി. അല്ല എന്ത് പറ്റി? ഹലോ വസുവരെ ചെറുതായിട്ടെന്തോ തമാശ ട്രൈ ചെയ്ത്, പക്ഷെ ചീറ്റി പോയോ. അതെ അപ്പം മുമ്പിലാ. ഹലോ 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 ആ പറയൂ. ആരാ? ഞാൻ അപ്പാപ്പൻ. ആരാണ്? ഏതപ്പാപ്പൻ? ഇപ്പൊ ഞാൻ ഇതേതപ്പാപ്പൻ? ആ ഞാൻ MRC അപ്പാപ്പൻ. നീ ഞാൻ TVയിലപ്പാപ്പൻ. നീ ആ ഞാൻ MRC അപ്പാപ്പൻ. ഞാൻ TVയിലപ്പാപ്പനാടാ. ആ ഞാൻ MRC അപ്പാപ്പൻ. നീ ഏതാ? എടാ ഞാൻ TVയിലപ്പാപ്പനാടാ. ആ ഇനി ഞാൻ എന്ത് വേണം? അതിന് ഞാനെന്താ വേണം? അല്ല ബ്രാവോ ശരിക്കും അതൊരു തമാശയായിട്ട് സംസാരിച്ചാടാ. നിങ്ങക്ക് അത് കണ്ടറിയാം. ബ്രാവോ ട്രിഗർ ആയിട്ട് ഇങ്ങനെയാണോ സംസാരിക്കണേ? ഇങ്ങനെ ഏറ്റവും കൂടുതൽ ട്രിഗറായി ഞാനാ കണ്ടിട്ടുള്ളത്. ലോകത്താര് കണ്ടതിനേക്കാളും ഞാനാണ്. പുള്ളിയുടെ മുഖമൊക്കെ മാറി. നോക്ക്, നിങ്ങൾ കണ്ടു നോക്ക്. ഈ ഇങ്ങോട്ട് വിളിച്ചിട്ടല്ലേ പറഞ്ഞു ഞാൻ എന്ത് വേണം ഇതിന്? അതെ, നിങ്ങളായിരുന്നോ മറ്റേ സബ്ഗുരുവിന്റെ ആരായിരുന്നെന്താ പറഞ്ഞേ? സബ്ഗുരുവിന്റെ ആരായിരുന്നോ? അതിപ്പോ നിങ്ങൾ അറിയേണ്ട ആവശ്യമില്ല മക്കളെ. ഓ അങ്ങനാണോ? അതെ അപ്പാ തമാശക്ക് വിളിച്ചേട്ടാ, സീരിയസ് ആയിട്ട് തമാശ കറണ്ട് വരുമ്പോ പറയടാ. കറണ്ട് അങ്ങോട്ട് കുനിഞ്ഞിരട്ടാ. ശരി. അല്ല എന്ത് പറ്റി? ഹലോ അത് പറഞ്ഞത് മാത്രമേ നിനക്ക് ഓർമ്മയുള്ളൂ. വേണ്ട, അകത്ത് സിറ്റിക്കകത്തുള്ള കാര്യം സിറ്റിക്കകത്ത് ഞാൻ തീർത്തിട്ടുണ്ട്. ഇനി അപ്പുറത്തോട്ട് വരുന്നില്ല. ഓക്കെ, അപ്പോ ദാറ്റ്സ് ഇറ്റ്. അതാണ് സിറ്റുവേഷൻ. അതാണ് മനസ്സിലായോ? അതാണ് സിറ്റുവേഷൻ. അപ്പാ ഹലോ അപ്പാ ഇവിടെ ഉണ്ടോ? ബാക്കി നിങ്ങൾ തീരുമാനിച്ചോ. അപ്പാ ഓക്കെ അല്ലേ? ഹലോ വാസുവനെ വന്നു അപ്പൊ ഓക്കെ അല്ലേ? ഞാൻ ഓക്കെയാണ്. ഓൾ ഗുഡ്. ഓക്കെ അപ്പാ.